എന്റെ അമ്മേ. മർമ്മം ഗോപാലുള്ള ഇനി എഴുന്നേറ്റില്ലേ? അച്ഛൻ എപ്പോഴേ എഴുന്നേറ്റ് കസരത്ത് തുടങ്ങി. ഇങ്ങനെ 101 പ്രാവശ്യം അമരുകയും നിവരുകയും ചെയ്ത ജാനുവിന് നല്ല ബലം കിട്ടും. കസർത്തെടുക്കാൻ നമ്മളും ബലമെല്ലാം ജാനുവിനും. ഏതാ ശനി ജാനു? അയ്യടാ എടോ, ഈ ജാനു എന്ന് പറയുന്ന ഒരു മർമ്മത്തിന്റെ പേരാ. ഗുദം വസ്തീനാഭി ഹൃദയം, സ്തനമൂലം സ്തനരോഹിതം, അപാലാജം ജാനു എന്നിങ്ങനെ 107 മർമ്മങ്ങളുണ്ട്. അതിൽ തന്നെ സദ്യപ്രാണകരം, കാലാന്തരപ്രാണകരം എന്നീ ഉപവകുപ്പുകളുണ്ട്. ക്ഷതം പറ്റിയ ഉടനെ തട്ടിപ്പോകുന്നത് സദ്യപ്രാണകരം, കാലം കഴിഞ്ഞ് തട്ടിപ്പോകുന്നത് കാലാന്തരപ്രാണകരം. സർവീസിലായിരുന്നപ്പോ പല കൊലകൊമ്പന്മാര് ഞാൻ മുട്ടുകുത്തിച്ചിട്ടുള്ളത് കാലാന്തര പ്രാണകര മർമ്മത്തിനിട്ട് കുത്തിയിട്ടാ. അതുകൊണ്ടാണല്ലോ ആശാൻ മർമ്മം ഗോപാലപിള്ള എന്നറിയപ്പെടുന്നത്. അതേടോ, ഇപ്പോഴൊരു 10-20 പേര് വന്നാലും ഞാൻ ചൂണ്ടി നിർത്തും. ഒരു ചൂണ്ടുവർമ്മം പഠിപ്പിച്ചു തരും ആശാനെ. അയ്യാ, അത് തന്റെ ഭാര്യക്കിട്ട് ചൂണ്ടല്ലേ? അതിന് ഫീസ് വേറെ വേണം. ഇപ്പൊ തൽക്കാലം ജാനുവിനെ മുറുകെ പിടിച്ചോ. സ്റ്റാർട്ട്. ഓ ചേച്ചി പതുക്കെ, മുടി കെട്ടാനാ പറഞ്ഞത്, പിഴുതെടുക്കാനല്ല. ഈ ആണുങ്ങൾക്കൊക്കെ എന്തൊരു സുഖ. ചീപ്പെടുത്ത് 2 പിടി കഴിഞ്ഞു. ഇപ്പൊ മുടി പിന്നി കിട്ടുന്ന ആണുങ്ങളും ഉണ്ടടി. പങ്കെന്നാ പറയുന്നേ. ഓ പതുക്കെ, കണ്ടില്ലേ ഒട്ടും ശരിയായില്ല. നീ എന്താടി സൗന്ദര്യ മത്സരത്തിന് പോവാണോ? ഒന്ന് പോയോ ചേച്ചി. ഏട്ടാ ഞാൻ വിളിക്കാം. എന്താ ഇവിടെ പ്രശ്നം? കണ്ടില്ലേ ഏട്ടാ മുടി കെട്ടി വെച്ചിരിക്കുന്നത്. നന്നായില്ലേട്ടാ? നന്നായില്ല. കുട്ടന്റെ മുഖത്തിന് യോജിക്കുന്ന ഇരട്ടപ്പിരിയ. അല്ലെങ്കിൽ അവൾക്കൊരു പിരി ഇളകിയതാ. ഏട്ടൻ ഇനി ഇരട്ടപ്പിരിയുടെ ആക്കിയാലോ? ഇതിപ്പോ സ്കൂളിലൊരു ഫാഷൻ ആയിരിക്കാം. കൂട്ടുകാരികളിലൊക്കെ ഞാൻ പറഞ്ഞു ഏട്ടനെ എന്റെ മുടി കിട്ടുന്നതെന്ന്. അപ്പൊ അവർക്കൊക്കെ അത്ഭുതം, ആണുങ്ങൾ ഇങ്ങനെ മുടി കിട്ടുമെന്ന്. അസൂയ. അയ്യോ, സുഖിപ്പിക്കല്ലേ കുട്ടാ. ഒരുപാട് പൊന്തിച്ചാലേ ഏട്ടന്റെ തല ടെറസിൽ മുട്ടും. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ഏട്ടൻ അറിയില്ലടി നിന്നെ. എന്തായാലും എന്റെ ഈ കേശാലങ്കാര പണിയൊക്കെ കുറച്ചു ദിവസം കൂടി മതിയല്ലോ. അത് കഴിഞ്ഞാലോ? ഏട്ടത്തി വരാൻ പോവല്ലേ. പിന്നെ കണ്ണെഴുത്ത്, പൊട്ടുതൊടിയില്, മുടികെട്ട്, തേന്നോട്ടം ഒക്കെ ഏട്ടത്തി നോക്കിക്കോളും. കണ്ടറിയാം. വലിയ പോലീസ് ഓഫീസറുടെ മോളാ. നല്ല പത്രാസുകാരിയായിരിക്കും. അങ്ങനെ പത്രാസ് കണ്ട് മയങ്ങുന്നവനൊന്നും അല്ല ഏട്ടനെന്ന് എന്റെ കുട്ടന്മാർക്ക് അറിയില്ലേ. പാവമാ. അതുകൊണ്ടല്ലേ ഏട്ടൻ സമ്മതിച്ചത്. അഥവാ അല്പം കുഴപ്പമുണ്ടെങ്കിലും ഞങ്ങൾ ശരിയാക്കി എടുത്തോളാം എന്ന് വെച്ച് നാത്തും പോരൊന്നും അല്ല കേട്ടോ. അയ്യാ, സമയായി. ചെല്ല് ചെല്ല്. അയ്യോ, അച്ഛാ, കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കണം. പിന്നെ നല്ല വിശപ്പുണ്ട്. കാണുമല്ലോ, നാട്ടുകാരെയൊക്കെ മർമ്മം പഠിപ്പിക്കുന്നതല്ലേ. ആ പിന്നെ ഉച്ചയ്ക്ക് രസായനം കഴിച്ച് ഫിറ്റായി ഉണ്ടാതെ കിടന്നേക്കരുതേ. സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിലേ മർമ്മം ഗോപാലപിള്ള വെറും ചർമ്മം ഗോപാലപിള്ള ആയിപ്പോ. ചുമ്മാ കേട്ടുകൂടെ. അച്ഛനായാലും സ്വന്തം ഇടം വിട്ടു കൊടുക്കരുത്. ടാറ്റാ. ഓടി. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കാണുമ്പോ ഇങ്ങനെ സല്യൂട്ട് ചെയ്തിരുന്നു. അച്ഛൻ മകനെയല്ല, റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ കമ്മീഷനാണ് സല്യൂട്ട് ചെയ്തത്. അല്ലെങ്കിലും കാക്കി ഇട്ടവൻ കാക്കി കണ്ടാ സല്യൂട്ട് ചെയ്ത് പോവും. IPC മതി. യെസ് സാർ. ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ ആ സർക്കിൾ ചക്രവാളിന്റെ കാര്യം. അച്ഛൻ സർവീസിലിരിക്കുമ്പോ അവൻ കുറെ കാലം SI ആയിട്ടിരുന്നിട്ടുണ്ട്. അന്ന് അവൻ എന്നെ ഒരുപാട് തന്തക്കി വിളിച്ചതാ. അതിന്റെ ഒക്കെ മുതലും പലിശയും ചേർത്ത് നീ അങ്ങ് വിളിച്ചേക്കണം. അവന്റെ തന്തയും തന്തയുടെ തന്തയും, അല്ലെങ്കിൽ വേണ്ട കുടുംബം അടക്കങ്ങ് വിളിച്ചേക്കണം. അതിനെന്തെങ്കിലും കാരണം വേണ്ടേ? ഡിപ്പാർട്ട്മെന്റിൽ കീഴുദ്യോഗസ്ഥനെ തെറി വിളിക്കാൻ മേലുദ്യോഗസ്ഥന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എന്തെങ്കിലും കാരണം കണ്ടെത്തി 4 തെറിയങ്ങ് വിളിച്ചേക്കണം. എന്താ മറക്കാതെ തന്നെ വിളിക്കൂ. യാതൊരു കാരണവുമില്ലാതെ മറ്റൊരുത്തനെ തെറി വിളിക്കുന്നത് IPC എത്രാം വകുപ്പിൽ വരും? ഹെഡ് കോൺസ്റ്റബിളെ. ചായ തണുത്തു പോകും. തണുത്തോട്ടെ അച്ഛാ. കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ നാവിൽ നിന്ന് വരേണ്ടതേ തെറിയല്ല, തിയറിയ. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. സൽപ്പേര് വന്നില്ലടോ. സൽപ്പേരിയേട്ടൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. അയാൾ എന്നും ലേറ്റ് ആണല്ലോ. ഒരു ഭാര്യയും 2 കുട്ടികളും ഉള്ള എനിക്ക് സമയത്ത് ഇറങ്ങാൻ പറ്റണില്ല. അപ്പോ 2 ഭാര്യ 7 മക്കളും ഉള്ള സൽപ്പേരിയേട്ടന്റെ കാര്യം. പട ഇറങ്ങി കഴിഞ്ഞു. പപ്പ ഫോൺ ബോക്സ് വാങ്ങാൻ മറക്കല്ലേ. ഇല്ല മോളെ. എന്റെ ക്രിക്കറ്റ് ബോളിന്റെ കാര്യം ഓർമ്മയുണ്ടടാ. പപ്പ കളിക്കൊടുക്ക. അയ്യോ, കേട്ടടാ. സഞ്ജുവിന്റെ മരുന്നിനുള്ള തുണ്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടു. മഞ്ജുവിന് മഞ്ഞഫ്രോക്ക് വാങ്ങണേട്ടാ. കുഞ്ചുവിന്റെ കുത്തിവെപ്പ് നാളെയല്ലേ? ഓ, ആശ്വാസം. സമയമായി. എന്താടോ വൈകിയത്? സർ,
ഒന്നാം ഭാര്യ മീനാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും രണ്ടാം ഭാര്യ കാമാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും ഒന്നാം ഭാര്യ മതിയിടോ. സർ. അപ്പൊ പതിവ് കാരണങ്ങൾ തന്നെ. പാൻസിന്റെ സിബിട്. സോറി സർ. താങ്ക് യു സർ. സർ, എന്റെ കോൺസ്റ്റബിൾ ഭാര്യ കാമാക്ഷിയുടെ അനിയത്തി ഒരു വിശാലാക്ഷി ഉണ്ട്. സംഗീത കോളേജിൽ പഠിക്കുക, നന്നായിട്ട് പാടും. നമുക്ക് അവളെ കൂടി ഒന്ന് സൈരിപ്പിച്ചൂടെ സാർ? തന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ? അതെ സർ. അത് വേണ്ട. അയ്യോ, അതെന്താ സാർ? തനിക്കിപ്പൊ തന്നെ 2 ഭാര്യമാരില്ലേ, ഇനി എണ്ണം കൂട്ടണ്ട. യെസ് സാർ. 2 ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞങ്ങനെ വാരണ്ട. അതി സൽപ്പേര് സദാനന്ദന്റെ കഴിവാ. അതാണെന്താ? നോ സാർ. കേട്ടോ? ഭാഗവതിരി മാമ ഒന്ന് വേഗം വാ. വരുന്നതൊക്കെ കൊള്ളാം. എന്റെ മോക്ക് പറഞ്ഞു സമ്മതിച്ച കാശ് കിട്ടണം. അവളെ സിനിമയെ പാടാൻ വിളിച്ചതാ. ചിത്രയ്ക്ക് പകരമായിരിക്കും. ആ തന്നെ. അയ്യോ, പിന്നെ എന്താ പോവാത്തത്? വീട് വിട്ട് പുറത്തു പോവാൻ മോക്ക് ഇഷ്ടമല്ല. അമ്മയെ പിരിയാൻ പ്രയാസമാ. അതുകൊണ്ട് മാമൻ വിഷമിക്കണ്ട. മാമന്റെ മോക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ ഉണ്ടാക്കി തരും. പിന്നെ ആ. വെറുതെ കശപിശ ഉണ്ടാക്കാതെ ബാ മാമ ബാ. DGPയുടെ മോളെ, ഇന്നെന്റെ കുട്ടന്മാര് പറഞ്ഞത് കേട്ടില്ലേ? നാത്തും വലിയ പത്രാസുകാരിയായിരിക്കും. ആണോ? വലക്കല്ലേ മോളെ. ഏയ്, നല്ലവളാ. മോന്ത കണ്ടറിയില്ലേ? ആ കുട്ടിയെ ഇനി നോക്കണ്ട സാർ, അവൾ ഗർഭിണിയാണ്. ഗർഭിണിയോ? സാറിന് വിഷമം ഉണ്ടാകുമെന്നറിയാം. നിങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷനിലായിരുന്നല്ലോ. സഹകരിക്കാൻ പറ്റാത്തതിൽ ആ കുട്ടിക്കും വിഷമമുണ്ട് സാർ. സാറിനോട് മാപ്പ് പറഞ്ഞതായി പറയാൻ പറഞ്ഞു. ഏത് കുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? നമുക്ക് സ്ഥിരമായി പാടാൻ വരുന്ന മല്ലിക. ഓ, മല്ലിക. അവള് പോയെങ്കിൽ എന്താ സാറേ, പകരം മറ്റൊരു കക്ഷിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കല്യാണി. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. നല്ല താളം, ശ്രുതി, സ്വരസ്ഥാനം ഭയങ്കരം. 4.5 കട്ടയ്ക്ക് ഒരു പിടി പിടിച്ചതാണ് സാർ. എന്നാ സ്റ്റാർട്ട് ചെയ്യാം. കിലുക്കി വിളിച്ചുണർത്തി എന്റെ മനസ്സുണർത്തി. പൊന്നിൻ വളകിലുക്കി വിളിച്ചുണർത്തി. വെയിറ്റ് ചെയ്യാൻ പറയൂ. മൈ ഗോഡ്, നാളെ ചാർജ് എടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇന്ന് ചാർജ് എടുത്തോട്ടെ സാർ. നമുക്ക് അനുപല്ലവിലേക്ക് കടക്കാം. എത്രയും പെട്ടെന്ന് എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഒളിപ്പിച്ചോളൂ. ജോയിൻ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി. വേഗം മാറ്റണോടുത്ത് പ്ലീസ്. സാർ നാളെ ചാർജ് എടുക്കുമെന്നുള്ള പറഞ്ഞിരുന്നത്. എനിക്ക് ഇന്ന് ചാർജ് എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ സെറ്റപ്പ് ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം സാർ. ഇത്രയും പ്രായമായിട്ടും പെൻഷനാകാറായില്ലേ? ഞാൻ ഇവളുടെ അച്ഛനാ സാർ. മോക്ക് കൂടുതലായിരിക്കും. എന്താ വനിതാ പോലീസ് യൂണിഫോം അല്ലേ? അത് വനിതാ പോലീസ് അല്ല സാർ. തന്റെ കക്ഷത്തിൽ എന്താണോ? ലാത്തി. ഡിപ്പാർട്ട്മെന്റ് അറ്റത്ത് ദ്വാരോടെ ലാത്തി ഇറക്കി തുടങ്ങിയോ? Sorry, sir. എന്തൊക്കെയാ കമ്മീഷണർ ചെയ്ത്? ഞങ്ങളൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു സാർ. ഇതെന്താ മ്യൂസിക് കോളേജാ? അല്ല സാർ, ഒരു റിഹേഴ്സൽ. ഞങ്ങൾ വല്ലപ്പോഴും ഗാനമേളയ്ക്കൊക്കെ പാടാറുണ്ട്. ഓഹോ, കമ്മീഷണർക്ക് ഗാനമേളയോ? ഇങ്ങനെയാണെങ്കിൽ കമ്മീഷണർ റോഡിൽ ഡപ്പാക്കുത്ത് ഡാൻസ് നടത്തുമല്ലോ. സാർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. ഡപ്പാക്കുത്ത് ഡാൻസിലോ? അല്ല സാർ, തൽക്കാലം ഗാനമേളയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് ട്രൂപ്പ്. കമ്മീഷണർ ഓഫീസിൽ പാട്ടക്കൂത്തും എന്ത് തോന്നിയാകാത്തോ സാർ? ആട്ടെ, പാടിയ പാട്ട് അമീർ കല്യാണിയല്ലേ? അല്ല സാർ, ഇവളുടെ പേര് നിത്യ കല്യാണി. രാഗത്തിന്റെ പേര് പോലും അറിയാത്ത താൻ എങ്ങനെയാണോ ക്ലാരറ്റ് വായിക്കുന്നേ? സോറി സാർ. എന്താണോ ഇതൊക്കെ കമ്മീഷണറുടെ കുത്തകാലത്ത് കരുതിയോ? എല്ലാം എടുത്തങ്ങോട്ട് നിരത്താൻ പറയണോ? സാർ, കം ഓൺ. എടോ,
കാക്കയ്ക്കുള്ളിലെ സംഗീതത്തെ കുറിച്ച് മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്. കാക്കയ്ക്കുള്ളിൽ തുടിക്കും ഹൃദയത്തിന്റെ അകമാണിത്, കല്ലൽ ഇരുമ്പല്ല, ലാത്തി മാറ്റിക്കൊടുക്കുക തമ്പുരു വാർത്തിടും ഗാനകന്യക ഒന്നിനെ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് അടിച്ചു പൊളിക്കണോ കമ്മീഷണറെ? സർ, നമുക്ക് പറ്റിയ DIG സാർ.